എസ് എഫ് ഐയുടെ 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ മെമ്പർഷിപ്പ് വർധനവ്, അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ഇന്ത്യയിലെ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ ശക്തി, എസ് എഫ് ഐയുടെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായിട്ടുള്ള കെ അനുശ്രീ നമ്മളോടൊപ്പം പറയും. സഖാവേ, നമസ്കാരം. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എസ് എഫ് ഐക്കുണ്ടായ വർധനവ്, എസ് എഫ് ഐ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, വിഷയങ്ങൾ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളെല്ലാം, പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ നിലപാടോടുകൂടി കൈകാര്യം ചെയ്യും. എങ്ങനെയാണ്? തീർച്ചയായിട്ടും എസ് എഫ് ഐ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നിരവധിയായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുകയും രാജ്യത്തിന് തന്നെ വലിയ പ്രതീക്ഷയാവുന്ന തരത്തിലേക്ക് മുന്നേറുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സമ്മേളനം കടന്നു വന്നിട്ടുണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ UGCയുടെ ചട്ടങ്ങൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, NEPയുടെ വിഷയങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ അഭിമുഖീകരിക്കുന്ന എല്ലാതരം കാവ്യവൽക്കരണ, കച്ചവടവൽക്കരണ നയങ്ങൾക്കെതിരായും ഏറ്റവും ആദ്യം ശബ്ദിക്കുന്ന, ഏറ്റവും നന്നായി ശബ്ദിക്കുക, ഏറ്റവും വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടി പ്രതിഷേധിക്കുക എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ട് എസ്.എഫ്.ഐക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ കാര്യത്തിൽ വിദ്യാർത്ഥിനികളുടെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ഇടപെടൽ നടത്തുന്നതിന് എസ്.എഫ്.ഐക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സമ്മേളനം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുകയാണ്, അവർ ചർച്ചകളിൽ പങ്കെടുക്കുകയാണ്, ട്രാൻസ്ജെൻഡർ മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ നാനാ മേഖലയിലുള്ള ആൾക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് ഈ സംഘടനക്ക് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ അടിച്ചമർത്തൽ രീതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾക്ക്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിരവധിയായ സഖാക്കൾ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്, ജയിലിൽ കിടന്നവരാണ്. അപ്പോൾ ഒരുപാട് പ്രതിരോധം തീർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ്, ഒരുപാട് സഹനങ്ങളുടെ ഭാഗമായിട്ടാണ് സംഘടനാ പ്രവർത്തനം പല സംസ്ഥാനങ്ങളിലും ഇത്തരം സഖാക്കൾ നടത്തിക്കൊണ്ടുവരുന്നത്. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പായിരുന്നു ഗുജറാത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് എസ്.എഫ്.ഐയുടെ ഗുജറാത്ത് സംസ്ഥാന സെക്രട്ടറി, ഒരു വനിതാ സഖാവിന് ഉജ്ജ്വലമായൊരു വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായിട്ട് എസ്.എഫ്.ഐ മാറുകയാണ്. സംഘടനാ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഉയർത്തി കാണിച്ച് അങ്ങനെ സമൂഹത്തിലേക്ക്, പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഒരു വിഭാഗം ജനങ്ങളുടെ ശബ്ദമായി മാറുന്ന ഒരു കൂട്ടം നേതൃത്വത്തെ ഉണ്ടാക്കാൻ എസ്.എഫ്.ഐക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരം സഖാക്കൾ നിരവധിയായി സംഘടനാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു വലിയ ആവേശമുള്ള അനുഭവമാണ്. തീർച്ചയായും എസ് എഫ് ഐയുടെ ഈ ഒരു അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എസ് എഫ് ഐയെ കൂടുതൽ വളർച്ച പ്രാപിച്ച, എസ് എഫ് ഐ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്ന്, പ്രത്യേകിച്ച് വനിതാ വിദ്യാർത്ഥിനികളിലടക്കം ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് കെ അനുശ്രീ ഇപ്പോൾ കൈരളി ന്യൂസുമായി പങ്കുവച്ചത്.